ഹലോ ഗേസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കണ്ണൻസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളത് രാവിലെ നീറ്റു, ഇപ്പോൾ ഒരു 4:20 ആകാറായിട്ടോ. അപ്പോൾ അമ്മ താഴെ വിളക്ക് വയ്ക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് താഴത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അമ്മയാണ് ഇന്ന് വിളക്ക് വയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് അമ്മയുടെ വിളക്ക് വയ്ക്കുന്ന ഡെയിലി റൊട്ടീൻ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. അത് ബ്രഹ്മമുഹൂർത്തത്തിൽ താഴത്തേക്ക് പോവാം. ഇന്ന് ബ്രഹ്മമുഹൂർത്തത്തിൽ വിളക്ക് വെക്കാൻ പോകുന്ന അമ്മയാണ് കേട്ടോ. 2 ദിവസം ഏട്ടൻ വെക്കുന്നത് കണ്ടപ്പോൾ അമ്മയ്ക്കൊരാഗ്രഹം വെക്കണമെന്ന്. അപ്പോൾ അമ്മ അതേ ഞാനിനി 2 ദിവസം വിളക്ക് വെച്ചോളാം എന്ന് പറഞ്ഞിട്ട് അമ്മ എണീറ്റു കേട്ടോ. അങ്ങനെ അമ്മ ഫ്രണ്ടൊക്കെ ഉമ്മറൊക്കെ കഴുകിയതിന് ശേഷം ദേ വരികയാണ്. അപ്പോൾ പതുക്കെയാണ് കേട്ടോ നടക്കുന്നത്. അത് കാലിൽ വെള്ളമുള്ളതും കൊണ്ട് ടൈലായതുകൊണ്ട് വഴുക്കുമെന്നൊക്കെ പേടിച്ചിട്ടാണ് നടക്കുന്നത്. നമുക്ക് വെള്ളം കാലിലായി കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒന്ന് തെന്നിക്കഴിഞ്ഞാൽ വീഴും. അതുകൊണ്ട് അമ്മയ്ക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. ഒരു പ്രാവശ്യം വീണതാണ്, അതുകൊണ്ടാണ് കേട്ടോ പേടി. അപ്പോൾ പതുക്കെ നടക്കുകയാണ്. അപ്പോൾ രാവിലെ നമ്മൾ ഒരു 6:30 ആകുമ്പോഴാണ് കേട്ടോ വെളിച്ചമൊക്കെ വരുള്ളൂ. അപ്പോഴാണ് നമ്മൾ പൂക്കൾ പറിക്കാറുള്ളൂ. ഇപ്പം ഇന്ന് ഫ്രണ്ടിൽ നിന്ന് തന്നെ 2 ചെമ്പരത്തിയും മറ്റേ തുളസിയും അതേപോലെ തന്നെ ഒരു റോസാപ്പൂവും കിട്ടിയിട്ടോ. അപ്പോൾ അമ്മ അതൊക്കെ വലിച്ച് പൂജാമുറിയിലൊക്കെ തുടച്ച് വിളക്ക് വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതേ വിളക്കൊക്കെ വെച്ചു. ചന്ദനത്തിരി, സാമ്പ്രാണിയും കൽപ്പൂരവും ഒക്കെ കാണിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് അമ്മ രാവിലെ എണീറ്റപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ഒരു ഹാപ്പി ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഞാനും അമ്മയും കൂടി കുറച്ച് നേരം നാമമൊക്കെ ചൊല്ലിയിട്ടിരുന്നു കേട്ടോ. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. പക്ഷേ എനിക്കൊരു ചെറിയ സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിളക്ക് കൊളുത്താൻ പറ്റാത്തതിനാണ് കേട്ടോ. ഇങ്ങനെ നിന്ന് നോക്കുമ്പോൾ ഒരു രസമില്ല. അത് എന്താണെന്നറിയില്ല കേട്ടോ. രാവിലെ വിളക്ക് കൊളുത്തി ശീലമായതുകൊണ്ടാണെന്ന് അറിയില്ല. പക്ഷേ ഇവരൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് വിളക്ക് കൊളുത്താൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു സങ്കടമാണ് കേട്ടോ. എന്നും അത് ചെയ്തിട്ട് ഒരു മാതിരി ഉണ്ട് കേട്ടോ വിളക്ക് കൊളുത്താണ്ടാവുമ്പോൾ. അവർ വിളക്ക് കൊളുത്തിയിട്ട് നമ്മളിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ എന്തോ ഒരു ഫീലിങ്സ് കേട്ടോ. അപ്പോൾ അതെന്താണെന്നറിയില്ല, ഇങ്ങനെ ചെയ്ത് ശീലമായതുകൊണ്ടായിരിക്കാമെന്ന് വിചാരിക്കുന്നു. 10-20 ദിവസം ആയിട്ടുള്ളൂ, എന്നാലും ഒരു ചെറിയ ഫീലിങ്സ് കേട്ടോ. അപ്പം അങ്ങനെ ഞാനും അമ്മയൊക്കെ പ്രാർത്ഥിച്ചതിന് ശേഷം ഞാനും ഇവിടെ നിന്നിങ്ങനെ പ്രാർത്ഥിച്ചു. അതിന് ശേഷം പിന്നെ കുറച്ച് നേരം നാമമൊക്കെ ചൊല്ലിയിട്ടോ. കന്തസഷ്ടി പിന്നെ മുടക്കാതെ വായിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കമൻറ്റിൽ അഡ്രസ്സ് ചെയ്തവർക്കൊക്കെ ഞാൻ എന്താ പറയുക, ബുക്ക് അവിടെ എത്തിക്കുന്നതായിരിക്കും കേട്ടോ. നിങ്ങൾ ഒരു ദിവസം എനിക്ക് ബുക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ടുള്ള കമൻറ്റ് എനിക്ക് ഇടണം. അപ്പോൾ ഞാൻ എന്തായാലും ബുക്ക് എനിക്ക് അഡ്രസ്സ് അയച്ചു തന്നവർക്ക് എന്തായാലും ഞാൻ ഷുവറായിട്ട് കന്തസഷ്ടി ബുക്ക് അയക്കും കേട്ടോ. അപ്പോൾ അതെന്നാന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ അറിയാതെ ആയിരിക്കും നിങ്ങളുടെ വീട്ടിൽ ചിലപ്പോൾ ഒരു ബുക്ക് പോസ്റ്റ് വരിക കേട്ടോ. പിന്നെ 2 ദിവസം അമാവാസി ആയതുകൊണ്ട് കോലം വരച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ദേ കോലം വരയാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുന്നത്, തലയിൽ തുണി ഇടുന്നതിൻ്റെ കാര്യം കമൻറ്റിൽ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. തലയിൽ തുണിയിട്ട് പ്രാർത്ഥിക്കാൻ പാടില്ല, തലയിൽ തുണി കെട്ടി വെക്കാൻ പാടില്ല എന്നൊക്കെ. പക്ഷേ ഞാൻ ഇങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോഴാണ് കേട്ടോ ഇങ്ങനെ എൻ്റെ മണ്ടത്തരാണോന്ന് അറിയില്ല. നിങ്ങൾ എന്താണെങ്കിലും ഒന്ന് ഇങ്ങോട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ. എനിക്കറിയാത്തത് കാരണമാണ് ഞാൻ ചോദിക്കുന്നത്. പണ്ടൊക്കത്തെ ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ, അതായത് തലയിൽ തുണി ഇട്ടിട്ടായിരുന്നു നടന്നിരുന്നത്. തലയിൽ തുണി ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹിന്ദുസ് മാത്രമാണ് അങ്ങനെ ചെയ്യാത്തത്. പക്ഷേ അന്യമതസ്ഥിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മുസ്ലിംസ് ആണെങ്കിലും ശരി, ക്രിസ്ത്യാനികളാണെങ്കിലും ശരി, അവർ പള്ളിയിലേക്ക് പോകുമ്പോൾ അവർ തട്ടിട്ടിട്ടായിരിക്കില്ലേ പോവുക. ക്രിസ്ത്യാനികളാണെങ്കിലും മുസ്ലിംസ് ആണെങ്കിലും അവർ ഷോള് പോലെ ഇങ്ങനെ തലയിലിടും കേട്ടോ. നമ്മളും ഹിന്ദുക്കളും അതേപോലെ ചെയ്തിരുന്നതാണ്. നമ്മൾ കാലം പോകെ ഇങ്ങനെ മാറി വന്നതാണ് കേട്ടോ. പണ്ടത്തെ ആൾക്കാരിനെയൊക്കെ ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഷോൾ ഇട്ടിട്ടായിരിക്കും ഇരിക്കുക. അതേപോലെ രാജാവ്, രാജ്ഞി ഇവരൊക്കെ ഷോൾ ഇട്ടിട്ടായിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ ഈ ഇന്ത്യയിൽ തന്നെ, നമ്മുടെ ഈ കേരളം വിട്ട് കഴിഞ്ഞ് പറഞ്ഞാൽ ഒരുപാട് ഭാഗത്ത് തലയിൽ ഷോൾ ഇട്ടിട്ടായിരിക്കും നടക്കുക. ഹിന്ദിക്കാർ, അതേപോലെ തന്നെ ബീഹാർ, ഗുജറാത്ത്, തമിഴ്നാട്ടിൽ സായിബാബയുടെ അമ്പലത്തിൽ പോയി അതേപോലെ ഷോൾ തലയിലിട്ടിട്ടുണ്ടാവും. അങ്ങനെ ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, അങ്ങനെ കുറേ ഭാഗങ്ങളിൽ അവർ തലയിൽ ഇങ്ങനെ ഷോൾ ഇട്ടിട്ടായിരിക്കും കേട്ടോ അമ്പലത്തിലേക്കൊക്കെ പോകുന്നുണ്ടാവുക. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ നമ്മൾ ഹിന്ദുക്കളും ശരിക്കും ഷോൾ ഇടേണ്ടതാണല്ലോ എന്നെനിക്ക് ചിന്തിച്ചു പോയിട്ടോ. അപ്പോൾ അതെൻ്റെ ഒരു മണ്ടത്തരമാണോ അത് ശരിയായ ഒരു ഇതാണോ എന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ നിങ്ങളോട് തന്നെ ചോദിക്കണം കേട്ടോ. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അവർ ഷാൾ ഇട്ടിട്ടാണ് അമ്പലത്തേക്ക് പോകുന്നത്? നമ്മൾ മാത്രം എന്താ ഷാൾ ഇടാണ്ട് പോകുന്നത്? നമ്മൾ മാത്രം തലയിൽ തുണി ഇട്ട് കഴിഞ്ഞാൽ എന്തിനും അങ്ങനെ തെറ്റ് പറയുന്നതെന്നൊക്കെ ഞാൻ അങ്ങനെ ചിന്തിച്ചു. അപ്പോൾ അതിന് ഉത്തരം എനിക്ക് എന്താണെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഹിന്ദുക്കൾ തന്നെയാണ്, അല്ലാതെ വേറെ ഒന്നും അല്ലല്ലോ. നമ്മൾ ഹിന്ദുക്കൾ തന്നെയാണ്. നമ്മളിപ്പോൾ ജില്ലയും സ്റ്റേറ്റും ഒക്കെ മാറുന്നില്ലേ, അതുപോലെ സ്റ്റേറ്റ് മാത്രമേ വ്യത്യാസമുള്ളൂ. പക്ഷേ നമ്മൾ ഹിന്ദുസ് തന്നെയാണ്. അവരും ഹിന്ദുസാണ്, നമ്മൾ ഹിന്ദുസാണ്. പക്ഷേ അവർ ഷോൾ ഇട്ടിട്ടാണ് എല്ലാം ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ സെലിബ്രേറ്റ്, ഇപ്പോൾ എല്ലാവരുടെയും മാരേജിനൊക്കെ ഷോൾ ഇട്ടിട്ടായിരിക്കും, തലയിൽ ഷോൾ ഇട്ടിട്ടാണ് കല്യാണങ്ങളൊക്കെ നടക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ആലോചിച്ച് നോക്കിയപ്പോൾ ഒരു ക്യൂരിയോസിറ്റി എന്ന് പറയാം കേട്ടോ.
അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ തലയിൽ തുണിയിടുന്നത് എനിക്ക് തെറ്റല്ല എന്ന് തോന്നി. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയാ കേട്ടോ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മളിപ്പോൾ സീരിയൽസൊക്കെ കാണുന്നുണ്ടെങ്കിലും ഭഗവന്മാരുടെയും ഇപ്പോൾ രാമായണമൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാവരും ഷോൾ ഇട്ടിട്ടുണ്ടാവും കേട്ടോ. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോഴേ എനിക്ക് അറിയുള്ളൂ കേട്ടോ ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ ദേ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് പുതിയൊരു അതിഥി കൂടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ അണ്ണാൻകുട്ടിയാണ് കേട്ടോ. അപ്പോൾ കാക്കിയും മയിലും അതേപോലെ കുരുവിയും എല്ലാം വന്നതിന് ശേഷം ലാസ്റ്റ് ഇതേ നമ്മുടെ അണ്ണാൻകുട്ടി വന്നിട്ട് ഇവിടെ ദോശ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അണ്ണാൻകുട്ടി കഴിക്കുന്നതാണ്. അതായത് കിളിയും അണ്ണാനും കൂടി നല്ല തല്ലായിരുന്നു കേട്ടോ. നല്ല സ്റ്റണ്ടായിരുന്നു. ഒരു ദോശ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. ആ ദോശയ്ക്ക് വേണ്ടിയിട്ട് 2 പേരും പാടെ അടിയോടടിയായിരുന്നു. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ അണ്ണാൻകുട്ടി വേഗം ഓടിപ്പോയി. പിന്നെ ആ ദോശയ്ക്ക് വേണ്ടിയിട്ട് വീണ്ടും വന്നു കേട്ടോ. അപ്പോൾ ദേ അടുത്തിരിക്കുന്ന കിളിയുണ്ടല്ലോ, അത് കൊത്തിയും കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ പാദസരത്തിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ അവർ അനങ്ങി വേഗം പോയതാണ് കേട്ടോ. അപ്പോൾ ദേ അണ്ണാൻകുട്ടി ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെയും വന്നു എന്ന് അമ്മ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ അത് ഉറുമ്പുണ്ട്, എല്ലാവരും വന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ വളരെ ഹാപ്പി കേട്ടോ. ഫുഡിന് വേണ്ടി ഇത്ര പേര് എൻ്റെ വീട്ടിലേക്ക് വരുന്നത് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോ ഇട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ.